ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് കുറേ പണിയുണ്ട്. സംഭവം ചെറിയ നമ്മുടെ വില്ലേജ് ബ്രീഡറിനെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മാനുവലാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്ന് വലുതാക്കണം പ്ലാറ്റ്ഫോം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു 9x9 സെറ്റപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ആദ്യം ഇതൊന്ന് ക്ലീനപ്പ് ചെയ്യട്ടെ. ഇപ്പുറത്തും കുറച്ച് വെച്ച് ഇപ്പുറത്തെ ഭാഗത്തും കൂടി കുറച്ചൊന്നും ബ്ലോക്കൊക്കെ വെച്ച് റെഡിയാക്കട്ടെ. ഓക്കെ, ഈ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചിട്ട് ഇവിടെ നമുക്ക് ഫുള്ള് മഡ് വെക്കാൻ തോന്നുന്നു. മഡല്ല ഡാട്ട്. ഓക്കെ, പിന്നെ ഇത് തന്നെ സെൻറ്റർ വരിക. പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ആ സൈഡിലോട്ട്. ഓക്കെ, ഇവിടെ വെള്ളമുണ്ട്. ഓക്കെ, ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എവിടെയും കൂടി വെച്ച്. ഓക്കെ, അതങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇതാക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് വരാം. വലിയൊരു റൂം ഉണ്ടാക്കി വരാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, അങ്ങനെ ബ്ലോക്ക് പൊട്ടിച്ച് കുറേ ഉള്ളോട്ടെത്തിണ്ട്. ഇവിടെ കുറേ കോളും ഗ്രേവലും അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ഞാൻ എടുത്ത് വെക്കും. ഒക്കെ നമുക്ക് പിന്നെ ആവശ്യം വരും. ഓക്കെ, ഇതൊക്കെ പൊടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ വലിയ റൂമായിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ വെള്ളമൊക്കെ വെച്ച്, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റിൽ നമ്മളെ കുറേ ഇൻവെൻറ്ററിയിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഇവിടെ കിട്ടിയ ബ്ലോക്കും അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഈ കോമ്പോസ്റ്റർ 2 എടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. വെള്ളമൊക്കെ ആയി. ഇനി ഇത് ഫുള്ള് ടിൽറ്റ് ചെയ്തിട്ട് ഇവിടെ ക്യാരറ്റ് അങ്ങനെ തന്നെ നട്ടു വെക്കണം. ഓക്കെ ഓക്കെ ഒന്ന് മേലെ കയറിയിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ബെഡ് വെക്കാനുള്ളൊരു സെറ്റപ്പും കൂടി ഒന്ന് റെഡിയാക്കട്ടെ. ഇതിൻ്റെ ഇപ്പുറത്ത് താഴെ ഓക്കെ ഉച്ചയായിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് ബെഡ് വെക്കണം. അപ്പോൾ ബെഡ് വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുക. ഈ ഗ്ലാസ് കാണുന്ന ഈ ഗ്യാപ്പ് കാണുന്ന ഇതിൽ കൂടിയാണ് ബേബി വില്ലേജസ് താഴേക്ക് വീഴുക. അപ്പോൾ ഇവിടെ ബെഡ് വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി ഒരു റൂം പോലത്തെ ഒരു സാധനം സെറ്റപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അതായി. ഓക്കെ, ഇനി ഇവിടെ വെച്ച് ബെഡ് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അയ്യോ താഴെ വേണം. താഴെ വേണം. ഇതിപ്പോൾ എന്ത് ചെയ്യും? ബെഡിൻ്റെ മുകളിൽ കയറി എന്നിട്ട് പൊട്ടിച്ചാൽ താഴെ വീഴൂലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ വെള്ളം അങ്ങോട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു ആക്സ് എടുത്തിട്ട് ഈ ട്രാപ്പ് ഡോറൊക്കെ അങ്ങ് പൊട്ടിച്ചാളാം. അല്ല പിന്നെ ഇവന്മാർ താഴെ ചാടക്കളി. ഓക്കെ, ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഓക്കെ 1 പൊട്ടി, 2, 3 പൊട്ടട്ടെ, 4 ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇവിടെ. കുറച്ച് സൈഡ് തരുമോ മാൻ? ഓക്കെ ഓക്കെ, അവിടെ തന്നെ 4, 5. ഓക്കെ, ഇനി ഈ ഗ്ലാസും കൂടി പൊടിച്ചിട്ട് താഴെ ഇറങ്ങാം. ഈ ബ്ലോക്ക് നമുക്ക് തിരിച്ചെടുക്കാം. വെള്ളം ഡിലീറ്റ് ആയല്ലോ. ഇനി ഗ്ലാസ് പൊടിച്ചിട്ട് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഇനിയുമാർ താഴോട്ടേക്ക് ഇറങ്ങൂലെന്ന് തോന്നുന്നു, കുഴിയല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ട്രാപ്പ് ഡോർ തിരിച്ചെടുക്കാം. ട്രാപ്പ് ഡോറൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി എവിടെയെങ്കിലും പൊട്ടിച്ചിട്ട് നമുക്ക് നേരിട്ട് വരാം. ഓക്കെ, ഇവിടെ തൽക്കാലം ഒരു ബ്ലോക്ക്, ടെമ്പററി ആയിട്ടൊരു ബ്ലോക്ക് വെക്കാം. ഇതാകുമ്പോൾ ഇനി അഥവാ അവർക്ക് താഴെ ഇറങ്ങാൻ തോന്നിയിട്ടുണ്ടെങ്കിലോ ഇവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് മേലോട്ട് ഇറങ്ങാം, എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ ആവശ്യമില്ലാത്ത കുറേ ബ്ലോക്ക് ഉണ്ട്, ഡാട്ട് ബ്ലോക്ക്. ഇതൊക്കെ പൊട്ടിച്ച് കളയാം. ഓക്കെ, ഫുള്ള് ക്ലീനപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കുറേ ക്യാരറ്റ് ഇരിപ്പുണ്ട്. ഈ സാധനം ഇങ്ങോട്ട് എടുക്കാം. ഇത് നമുക്കിവിടെ നട്ട് വെക്കാം. ഇതാണ് മെയിൻ ഇവരുടെ ഫാമിങ് പരിപാടി. ഓക്കെ, അതൊക്കെ കയ്യിലെടുക്കാം. എന്നിട്ട് ഈ ലാൻഡ് ഫുള്ള് ടിൽറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് മുഴുവൻ ഇവിടെ നട്ട് വെക്കാം. എന്നിട്ട് കുറേ ക്യാരറ്റ് ഇവിടെ ഫാം ചെയ്യണം. ഓക്കെ, അങ്ങനെ കുറേ ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് മുഴുവൻ ഇവിടെ നട്ട് വെക്കാം.
ഓക്കെ. അങ്ങനെ ക്യാരറ്റ് മുഴുവൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് വളർന്നോളൂ. ഇനി ഇത് പൊട്ടിക്കാൻ തോന്നുന്നു അല്ലേ? ഇവിടെ ഇനി കാര്യമായിട്ട് വേറെ പരിപാടിയൊന്നും ചെയ്യാനില്ല. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരുമല്ലോ. ഓക്കെ, ഇനി അവർ പണിയെടുത്ത് തുടങ്ങും. കാരണം ഓൾറെഡി അവർ കമ്പോസ്റ്റായിട്ട് ലിങ്ക്ഡാണ്, അപ്പം പണി എടുത്തോളൂ. ഓക്കെ, ഇൻവെൻട്രി ഫുള്ളായി കഴിഞ്ഞാൽ അവർ ബ്രീഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ, അവരുടെ ഇൻവെൻട്രി. ഓക്കെ, ഇപ്പോൾ അവർ കുറച്ചായിട്ട് പണി എടുക്കട്ടെ. ഇൻവെൻട്രി ഫുള്ളാക്കാൻ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ സെൻറ്ററിൽ വെള്ളം ഒഴിക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, അത് ഒരു ബ്ലോക്കും വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഓക്കെ, അതായിട്ടുണ്ട്. അങ്ങനെ കൈ കിട്ടിയ മുഴുവൻ ക്യാരറ്റും ഇവിടെ നട്ട് വെച്ച് അത് കഴിഞ്ഞ്, കയ്യിലുള്ളതെല്ലാം കഴിഞ്ഞ്. ഇനി ഇത് വളർന്നിട്ട് വേണം ഇനി കുറച്ച് ക്രോപ്പ് എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് ചെയ്യാം. ലൈറ്റ് എന്തായാലും ആവശ്യമാണ്, കാരണം ക്യാരറ്റൊക്കെ വളരണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ബെഡ് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. നേരത്തെ പൊട്ടിക്കാൻ ഇരുന്നപ്പോഴാണ് മരയുടെ ഇടയിലേക്ക് വീണത്. ഓക്കെ, ഈ ഗ്ലാസും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബെഡും കൂടി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് റൂഫ് ഇവിടെ ക്ലിയർ വെക്കാനുണ്ട്. പിന്നെ ഈ ഡ്രോപ്പർ തൽക്കാലം അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് അഥവാ ആവശ്യം വന്നിട്ട് അവന്മാർക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് അവിടെ തന്നെ വെക്കാം. ഓക്കെ, കുറേ ഗ്ലാസ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ റൂഫായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പം കയ്യിൽ 4 ബെഡാണ് ഉള്ളത്. 1 2 3 4. ഓക്കെ, കുറച്ചും കൂടി ബെഡ് വെക്കണം. ഇനി ഇവരുടെ ഈ കലക്ഷൻ സിസ്റ്റം ഒന്ന് റെഡിയാക്കട്ടെ. ഇവിടെ കുറേ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് 3 കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അവിടെ ട്രാപ്പ് ഡോർ വെക്കണം. ഓക്കെ, എന്നാലും മാത്രമേ അവർ താഴോട്ട് വീഴുള്ളൂ. ചിലപ്പോൾ ജസ്റ്റ് ഡേർട്ട് ബ്ലോക്കാണെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വീഴാൻ സാധ്യതയില്ല. ഓക്കെ, ട്രാപ്പ് ഡോർ ഇവിടെ വെക്കാം, എന്നിട്ട് തുറന്നിടുക. ഇനി ഇവിടെ ഈ ബ്ലോക്കും കൂടി പൊട്ടിച്ചിട്ട് ഇവിടെയും കൂടി വെക്കാം. ഓക്കെ, ഓക്കെ, ഈ പരിപാടി ഞാൻ ചെയ്യട്ടെ. ഇവിടെ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ പറ്റും. ഓക്കെ, വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ട്രാപ്പ് ഡോറ്. ഇനി ഇപ്പുറത്തും കൂടി ഒരു ട്രാപ്പ് ഡോർ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. പിന്നെ താഴെ വെള്ളം ലെവലാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലൊരു ട്രാപ്പ് ഡോർ വെക്കാനുണ്ട്. ഓക്കെ, ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരൂലേ? ഓക്കെ, വരുന്നുണ്ട്. ഇതിങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇതിങ്ങനെ വെക്കണോ അല്ല തിരിച്ച് വെക്കണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ക്ലോസ് ആവുമല്ലോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓപ്പൺ ആവും. അപ്പോൾ അത് പുറത്തേക്ക് മാർക്ക് വരാൻ പറ്റും തോന്നുന്നു. ഇത് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെയെല്ലാം തോന്നും. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് താഴെയല്ല നോക്കണ്ടേ, ഇത് മുകളിലാണ് നോക്കണ്ടേ. ഇത് പൊട്ടിക്കട്ടെ. ഓക്കെ, ഇതും കൂടി പൊട്ടിക്കണ്ടോ? അല്ല, ഇതിങ്ങനെ മേലെ വെച്ചാൽ മതിയോ? അവിടെ ഓക്കെയാണ്, കാരണം അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴും. പക്ഷേ ഇവിടെയും കൂടി ഓപ്പൺ ചെയ്യണം, കാരണം ഈ വില്ലേജർമാർ ഫാമേഴ്സ് അത് ബെഡ് കാണണം, അപ്പോൾ മാത്രമേ അവർ ബ്രീഡ് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ്. താഴത്തത് മേലത്തെ ഭാഗത്താണെന്ന് തോന്നുന്നു വെക്കേണ്ടത്. ഇവിടെയാണ് വെക്കേണ്ടത്. എന്നിട്ടിത് ഓപ്പൺ ആക്കി വെക്കുക, അപ്പോൾ അവർക്ക് കാണാൻ പറ്റും. പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ 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 മനസ്സിലായി. ഇത് റെഡി. ഈ ബ്ലോക്കും കൂടി പൊട്ടിച്ചടന്നിട്ട് ഇവിടെയൊക്കെ വെക്കണം. ഓക്കെ, അത് ഞാൻ ചെയ്യാം. ഇതിന് താഴത്തെ വെള്ളമുണ്ട്, അതൊന്ന് ലെവലാണ്, കാരണം അത് സിംഗിൾ ബ്ലോക്കിലാണ് ഇരിക്കുന്നത്. അതൊന്ന് ഇവിടെ നിന്ന് ഈ വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലല്ലേ വീഴ, ഇവിടെ 2 ബ്ലോക്ക് വെക്കണം. എന്നിട്ട് ഓക്കെ, ആ ബ്ലോക്ക് അവിടെ നിന്നോട്ടെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നേരത്തെ പൊട്ടിച്ച് കളഞ്ഞതാണ്.
അത് ഇവിടെ ഫില്ല് ചെയ്യാം, മേലെയും ഫില്ല് ചെയ്യാം. എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ താഴോട്ട് വീഴും. ഓക്കെ, ഇവിടെയാണ് വീഴുക. ഓക്കെ, പക്ഷേ ഇവിടെയും വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം വയ്ക്കാം, അപ്പോൾ അതിൽ റെഡി ആയിക്കോളും. ഓക്കെ, ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകിയിട്ട് അതവിടെ പോയിക്കോളും. ഓക്കെ, റെഡി. നമ്മൾ മാനുവലി ബ്രീഡ് ചെയ്ത ഒരു വില്ലേജറുണ്ട് അവിടെ, നമ്മൾ കളക്ഷൻ ഏരിയയിൽ നിൽക്കുന്ന. അവനെ നമ്മുടെ ട്രേഡിംഗ് ഹാളിനുള്ളിലേക്ക് കൊണ്ടുപോകണം. അതിന് കുറച്ച് റെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വെച്ചാൽ കുറച്ച് അയണുണ്ട്, അത് എടുത്തിട്ട് കുറച്ചും കൂടി റെയിൽ ഉണ്ടാക്കാം. പിന്നെ എന്താ ഉണ്ടാക്കണ്ടേ? റെയിലും പിന്നെ വർക്ക് സ്റ്റേഷനും കൂടി ഉണ്ടാക്കണം. ഓക്കെ, വർക്ക് സ്റ്റേഷൻ എവിടെയാണ്? ഓക്കെ, ആദ്യം റെയിൽ ഉണ്ടാക്കാം. ഓക്കെ, റെയിൽ കുറേ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് സ്റ്റേഷൻ ഏതാ ഉണ്ടാക്കണ്ടേ? സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അതിലാണ് നമുക്ക് അയൺ വെച്ചിട്ട് കുറേ എമറാൾഡ് കിട്ടുന്നത്. സ്മിത്തിങ് ടേബിൾ വെച്ചിട്ടുള്ള സ്മിത്തറിനാണ്, സ്മിത്തിങ് ചെയ്യുന്നവർക്ക് വില്ലേജറിനാണ് അത് ചെയ്യാൻ പറ്റുന്നു. അത് തരാൻ പറ്റുമെന്ന് തോന്നുന്നു, എമറാൾഡ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, വേറെ നമ്മുടെ സ്റ്റോൺ കട്ടർ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോണില്ല. ഓക്കെ ഓക്കെ റെയിൽ ഇവിടെ വെക്കാം. ഓക്കെ, റെയിൽ ഏകദേശം വെച്ചിട്ട് അതിന് ഇവിടെയും കൂടി വെച്ചിട്ട് ഇനി അവനെ മൈൻ കാട്ടിലെടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, നമ്മൾ മൈൻ കാട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് മൈൻ കാട്ട് അവിടെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടും കൂടി നമുക്ക് റെയിൽ വെച്ച് കൊടുക്കാം. ഇവിടെയും വെച്ചിട്ട് ഒന്നപ്പുറത്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലും വെച്ചു കൊടുക്കാം, കാരണം എന്നാലേ അവനതിൽ കയറാൻ സാധ്യതയുള്ളൂ. ഇവിടെയും കൂടി ഒന്ന് വെച്ച് ഇവിടെയും വെച്ചിട്ട് ഇനി മൈൻ കാർട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ കയറാൻ സാധ്യതയുണ്ട്. മൈൻ കാർട്ട് ഇവിടെ. ഓക്കെ, അവൻ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആ ഒരു ബ്ലോക്ക് അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഓക്കെ, ഇനി ഇവനെ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവനങ്ങ് പോയിക്കോളും. ഓക്കെ, പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവൻ ഇവൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ റെയിലും ഈ മൈൻ കാർട്ട് നമുക്ക് പൊട്ടിച്ചേക്കണം. മൈൻ കാർട്ട് പൊട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് വർക്ക് സ്റ്റേഷൻ വെക്കണം. ആദ്യം നമുക്ക് റെയിൽ പൊട്ടിക്കാം. ഈ റെയിൽ പൊട്ടിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിലുള്ള റെയിൽ ഇങ്ങനെ എന്നാലും കിട്ടുക. ക്രൗച്ച് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അത് പൊട്ടിക്കാം. ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റേഷൻ ഇവിടെ വെച്ച് കൊടുക്കാം, സ്മിത്തിങ് ടേബിള്. എന്നിട്ട് നമ്മുടെ അതിൽ ലിങ്ക് ആവില്ലേ? ഓക്കെ, ലിങ്ക് ആയിട്ടുണ്ട്. ഇനി മൈൻ കാർട്ടും കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, പൊട്ടട്ടെ. ഓക്കെ, ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ, ഈ റെയിൽ പൊട്ടിച്ചിട്ട് അടുത്ത സ്ലോട്ടിലോട്ട് വെക്കാം. അടുത്ത വില്ലേജറിന് ഇരിക്കാനുള്ള സ്ഥലമാണ്. ഓക്കെ, ബാക്കി നമ്മുടെ വില്ലേജ് പീഡിൻ്റെ പരിപാടി നമുക്ക് നാളെ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, ബൈ, സീ യു.